ഇതിന്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഞാനൊക്കെ ഇതാക്കുന്നുണ്ട്. ഇന്ത്യന്റെ ഫ്ലാഗ് വന്ദേ മാതരം വന്ദേ മാതരം. കണ്ടല്ലോ, ഈ ഒരു ചെറിയ സംഭവമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനൊരു രസകരമായ ഒരു വ്ളോഗ് കണ്ടു. ആ വ്ളോഗിനെ സംബന്ധിച്ച് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എന്താ പറയുക, ഒരു വർഗീയ സ്വാമിയെ കണ്ടു അല്ലേ, ഓന്തുപോലെ നിറം മാറിയത് കണ്ടു. എന്നതുപോലെ തന്നെ കുറച്ച് മുമ്പ് തന്നെ മാരിയോ സുലൈമാൻ അല്ലേ, ഇസ്ലാമികമായ എല്ലാ എന്താ പറയുക ആനുകൂല്യങ്ങളും പറ്റിയതിന് ശേഷം ഒരു ഭാര്യ, ആ ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭാര്യയെ കല്യാണം ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഫ്രോഡ് മതം മാറിയതാണ്, ക്രിസ്തു മതം സ്വീകരിച്ചതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചരിത്രത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ കള്ള നാണയങ്ങളെ കരുതിയിരിക്കുക എന്നതോ വളരെ ശ്രമകരമായ ഒരു പണിയാണ്, നമുക്ക് പറ്റുകയില്ല. പണ്ടുള്ള ആളുകൾ തന്നെ പറയുന്ന ഒരു വാക്കുണ്ട് സാധാരണ, കട്ടെത്തിക്കുമ്പോഴേ കാത്തെത്തിക്കില്ല. അതിലൊരു വലിയ അർത്ഥമുള്ള വാക്കാണ്. സമൂഹത്തിൽ സ്വന്തം മക്കളെപ്പോലും അവർ വഴിപിഴച്ച ജീവിതത്തിലേക്ക് പോയി അല്ലേ, ആകെ പിടുത്തം വിട്ട് പോയിട്ടാവും അവരെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ് ഈ ദുഷിപ്പുകൾക്കും ദുഷ്ടതകൾക്കും തിന്മകൾക്കുമുള്ള ഒരു ശക്തിയാണത്. അതുകൊണ്ടാണ് സത്യം ചെരുപ്പിട് മുമ്പ് അസത്യം ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് പറയാം ഒരു ഫ്രോഡ് ഉഡായിപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയുക പാണ്ടിക്കാട്. ഞാൻ ഈ പാണ്ടിക്കാടിനെ കുറിച്ച് ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് എനിക്ക് കടത്താൻ വേണ്ടി കുറച്ച് ഉസുറും കൂടിയില്ലാത്ത മലയാളികളുണ്ട്, കുറച്ച് ആൾക്കാർ. ഞാൻ ആ വാഗാ ബോർഡറിൽ പോയി കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഞാനതിൽ പറഞ്ഞു, പിന്നെ ഭാരത് മാതാക്കി അത് നമ്മൾ പറഞ്ഞ അവിടുത്തെ പട്ടാളക്കാർ നമ്മളോട് ഇങ്ങനെ പറയാണ്, എല്ലാ ആൾക്കാരും. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളാണ്. അപ്പൊ ഒരു ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. നമ്മളൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ അത് പറഞ്ഞപ്പോൾ ഞാൻ സംഖ്യാക്കിക്കുക, ഉസുറും കൂടി മാറാതെ. ഞാൻ ഇനിയും പറയും, ഞാനൊരു ഇന്ത്യക്കാരനാണ്. എപ്പോഴും പറയും ഭാരത് മാതാക്കി ജയ് ഹിന്ദ്. ഇത് എപ്പോഴും ഞാൻ പറയും. അതിന്റെ അടിയിൽ വന്നുകൊണ്ട് ഇങ്ങനത്തെ പൊണച്ച നിങ്ങൾ ഇങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളത്. വലിയ ഭീഷണി, യഥാർത്ഥത്തിൽ അതിന്റെ കമന്റുകളിൽ ഭയങ്കര ഭീഷണി വന്നു എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും എന്നെ വിളിച്ചു പറയുക കൂടെ ചെയ്തു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാനതിൽ നിന്നൊന്നും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനതിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്, അതിപ്പോൾ പറയല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് അഥവാ കാവ്യവൽക്കരണമാണ് തങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് കാലങ്ങളായി ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ള കുറച്ച് വിളവന്മാരിൽപ്പെട്ട ഒരാളാണ് ഈ പാണ്ടിക്കാട്. ആലോചിച്ച് നോക്കും. ഫാമിലി കണ്ണ് നിറഞ്ഞു പോകും. ഞമ്മക്കും വേണ്ടിട്ട് നമ്മൾ തെരയുന്ന 4 നേരം നന്നുണ്ടല്ലോ. ഞമ്മക്കിവിടെ കാവലാരാ നിൽക്കുന്നത്? ഇന്ത്യൻ ആർമിയാണ് കാവലിക്കുന്നത്. ആ ഒരു ബോധം എല്ലാ ഈ തെറി പറഞ്ഞ ഉസുറും കൂടി മാനസാലാത്തവർക്ക് വേണം കേട്ടോ. ഈ വ്ളോഗാണ് ചെയ്യുന്നത്. അഥവാ ദൈവികമായ ഭയത്തിൻ്റെയോ മനുഷ്യത്വത്തിൻ്റെയോ യാതൊരു കണിക പോലും അവൻ്റെ വാക്കുകളിൽ തന്നെ കാണില്ല. അങ്ങേയറ്റം ഒരു അഹന്താബോധത്തോടുകൂടെ അല്ലേ, എന്താ പറയുക, മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാൻ അല്ലേ എപ്പോഴും ഇവനെ പ്രാപ്തമാക്കുന്നത് ഇവൻ്റെ കൂടെ കുറച്ച് അണികളുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങേയറ്റം ഉഡായിപ്പ് ആ വാക്കുകളിൽ തന്നെ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ മാന്യതയുടെ അല്ലേ ഒരു അങ്ങേയറ്റം സീമകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞോൻ തൻ്റെ വ്ളോഗുകളിൽ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന വ്ളോഗുകളിൽ നിന്ന് വേണ്ടത്ര വരുമാനം കിട്ടുന്നില്ല, എന്ന് പറഞ്ഞാൽ റീച്ച് കിട്ടുന്നില്ല. എത്ര എന്താ പറയുക പൊന്നും കൂടം നിറച്ച രീതിയിലുള്ള വീഡിയോ ചെയ്താൽ പോലും വൈറലാകുന്നില്ല, അല്ലെങ്കിൽ ഇതിന് എന്താ പറയുക റീച്ച് വരുന്നില്ല. അത് എല്ലാവർക്കും അങ്ങനെയാണ്. കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ യൂട്യൂബിൽ റീച്ച് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ കുത്തിമറിഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ, സാബി ഉമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീ എന്തെല്ലാം രീതിയിൽ കുത്തിമറിഞ്ഞ് നോക്കുന്നുണ്ട് റീച്ചായി കിട്ടുക എന്നതിന് വേണ്ടി. മാത്രമല്ല ഒരു എന്താ പറയുക ചാനൽ നഷ്ടപ്പെട്ടു, പെട്ടെന്ന് തന്നെ മറ്റൊരു ചാനൽ പച്ചപിടിപ്പിച്ചു. എന്നിട്ട് അതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്ന 10,000 കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സാബി ഉമ്മ സമൂഹത്തെയും വെല്ലുവിളിച്ചിരുന്നു.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുത്തുമണികൾ എന്ന് പറയുന്ന ഈ പറയുന്ന ഭക്തന്മാർ, ഇപ്പോൾ സാജിദ സാജി എന്ന് പറയുന്ന തികച്ചും ഒരു ഫ്രോഡിനെ ആയിരുന്നു ആളുകൾ വലിയ രീതിയിൽ സഹായിച്ച് ഇപ്പോഴും ഏകദേശമുണ്ട്. അപ്പോൾ ഈ മുസ്ലിം സമൂഹത്തിന് അങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട്. അതായത് അവർക്ക് ഈ ഒന്നും ഒരു കണ്ടൻറ്റുമില്ലാത്ത ഇത്തരത്തിലുള്ള വ്ളോഗുകൾ, ഇതിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള കണ്ടൻറ്റ് വേണ്ടേ? ഒന്നും തന്നെ ഇല്ല. എന്തൊക്കെയോ പറയുന്ന, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. നമ്മളിപ്പോൾ ആ വിഷയമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞോൻ എന്ന് പറയുന്നവൻ തൻ്റെ ഫാമിലിയുമായിട്ടോ ഇനി ഒറ്റക്കാണോ എന്തെന്ന് അറിഞ്ഞുകൂടാ. അവൻ അവിടെ കാശ്മീരിൽ ഒരു യാത്ര നടത്തി. ഇവൻ ഇടയ്ക്കൊക്കെ ചില ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പറയുന്ന എന്താ പറയുക, ഓണക്കാലത്ത് സൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഇവനും ഇവൻ്റെ ഭാര്യയും കൂടെ അല്ലെങ്കിൽ കുട്ടികളുമൊക്കെ കൂടി ഓണക്കളം വീട്ടിലുണ്ടാക്കുന്നതും ഇത്തരത്തിൽ. കാരണം അവിടുത്തെ മഹല്ല് ഈ രീതിയിലുള്ള ആളുകളായിരിക്കും. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ മഹല്ല് എന്ന് പറയുന്നവർ ക്ലിയർ ആയെങ്കിലല്ലേ ആ സമൂഹവും നന്നാവൂ. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് അവിടുത്തെ അല്ലേ ഓരോ വ്യക്തികളും നന്നായിരിക്കണം. അപ്പോൾ മാത്രമേ ആളുകൾ നന്നാവുള്ളൂ. ഉസ്താദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബോധ്യം കൊടുക്കാൻ പേടിയാണ്. ഇവന് കുറേ ഗുണ്ടായുസം അറിയാം, കുറേ ഗുണ്ടകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവനെ സൗമ്യതയോടെ ഞാൻ പല വ്ളോഗിലും കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന എന്താ പറയുക, ഒരു സലാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പേരുകേട് സഫ്വാൻ സഖാഫി. ആ സഫ്വാൻ സഖാഫിയെക്കുറിച്ച്, അയാളുടെ ഉഡായിപ്പുകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഭീഷണി വന്നു. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന ഫ്രോഡ്, ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ കൂടെ ഉള്ള ഉസ്താദന്മാരാണ് ഈ പറയുന്ന സഫ്വാൻ സഖാഫിയെ പോലെ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രോഡുമായിട്ട് ഒരു ഉസ്താദിന് ബന്ധം വരുന്നത്? ഇനി നല്ല ഒരു ഉസ്താദായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഈ ചീത്തത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ചീത്തത്തരമല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അല്ലേ മുർത്തദ്ദായി തീരുന്ന ഇത്തരത്തിലുള്ള പണികൾ അഥവാ വിശ്വാസം എന്താ പറയുക ത്യജിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾ ഇത്രയും ഈ പറയുന്ന വലിയ സദസ്സുകളെ കയ്യിലെടുത്ത് സദസ്സുകളെ സ്വർഗത്തിലാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഈ സഫ്വാൻ സഖാഫി അതുപോലെയുള്ള കുറേ ഫ്രോഡ് ഉസ്താദന്മാരെ കാണാൻ കഴിയും. ആ ഫ്രോഡ് ഉസ്താദന്മാർക്കൊന്നും തന്നെ ഈ പറയുന്ന കൂട്ടുകാരനായ പാണ്ടിക്കാട് കുഞ്ഞോൻ ഇത്തരത്തിൽ ചെയ്യുന്ന വികൃതങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് എൻ്റെ അത്ഭുതം. കുഞ്ഞോനെ നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ പോലും ഈ ഉസ്താദന്മാർ ഭയപ്പെടുന്നു. അപ്പം ഞാൻ പോട്ടെ, അങ്ങനെ ഇപ്പോൾ അവൻ എന്തായി പിടുത്തം വിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ ഉണ്ടല്ലോ അതുള്ള കുട്ടി എന്ന് പറയുന്ന ഒരു ശൈത്താനെ നമുക്കൊക്കെ അറിയാമല്ലോ. യഥാർത്ഥത്തിൽ എന്തിനാണ് അവൻ ഇപ്പോൾ BJP എത്തിയിരിക്കുന്നത്? BJP എത്തിയപ്പോൾ അവനക്ക് തോന്നിക്കഴിഞ്ഞു BJP എനിക്ക് പച്ച പിടിക്കുക എന്ന് തോന്നി. അങ്ങനെ അവനിപ്പോൾ ഹജ്ജ് എന്താണെന്ന് പോലും അറിയാത്ത അവനെ പിടിച്ച് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയിരിക്കുന്നു. ഭരിക്കുന്ന ഭരണകൂടത്തിന് അങ്ങനെ ചെയ്യാൻ ആലോചിച്ച് നോക്കൂ. പള്ളി പൊളിക്കണമെന്നും കാബ പൊളിക്കണമെന്നും ഒക്കെ പറയുന്ന അതുള്ള കുട്ടിയെ ഹജ്ജ് ചെയ്യുന്നിടത്തേക്ക് അതിനെ നിയന്ത്രിക്കുന്ന ആളായിട്ട് ഹജ്ജ് കമ്മിറ്റി ചെയർമാനാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊക്കെ പണ്ടത്തെ ഭാഷയിൽ പറയും കോഴിനെ നോക്കാൻ കുറുക്കനെ ഒക്കെ ഏൽപ്പിക്കുന്ന അതേ പരിപാടി ഭരണകൂടം. അപ്പോൾ ഇങ്ങനെ ഹിന്ദുവിനെ സുഖിപ്പിച്ച് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിമിനെ വെറുപ്പിച്ച് നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഈ ആരിഫ് ഹുസൈന് സത്യത്തിൽ ആരിഫ് ഹുസൈൻ നിരീശ്വരവാദിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സംഘികളുമായിട്ട് ടച്ച് അല്ലേ? സംഘിമിത്രങ്ങളും അതുമാതിരി ഈ പറയുന്ന ഇസ്രായേലുമായിട്ട് അവർ ഭയങ്കര തീവ്ര എന്താ പറയുക വാദം മാത്രം, ഞങ്ങൾ മാത്രം മതി എന്ന വംശമഹിമയുള്ള അല്ലേ ഏറ്റവും ദൂഷിച്ച ലോകത്ത് ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ജൂത വിഭാഗമാണ്. ആ ജൂതരെ സന്ദർശിക്കുകയും അവരുമായിട്ട് ഇടപഴകുകയും ചെയ്യുമെന്നൊക്കെയാണ് അവൻ വടായി പറയുന്നത്. അതുപോട്ടെ, ഇപ്പം ഞാൻ പറയുന്നത് അപ്പോൾ ഇവൻ അതുപോലെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇവൻ പോയിട്ട് അവിടുന്ന് പറയുന്ന ലഡാക്ക്, ആ ലഡാക്കിലൊക്കെ കാശ്മീരിലൊക്കെ എത്തിയിട്ട് പറയുന്ന വാക്ക് ചുരുക്കി പറയാൻ ഞാൻ ഇതിൽ അമിതമായിട്ട് പറയാൻ വയ്യ. അപ്പോൾ അവിടെ എത്തിയിട്ട് അവൻ ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഈ പറയുന്ന എന്താ പറയുക ഫേസ്ബുക്കിലോ ഈ യൂട്യൂബ് ചെയ്യുക എന്താ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചത് നിങ്ങൾക്ക്. ഇവൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഈ ദുർബലനായ എന്ന് പറഞ്ഞാൽ ഇവൻ മനുഷ്യനല്ലേ? ഇപ്പോൾ ഹൊലിക്കൽ ഇൻസാൻ ദഹീഫ, മനുഷ്യൻ ഒരു ഇന്ദ്രിയ തുള്ളി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒരു 2 നേരം പനിച്ചാൽ അവൻ സൈഡായി. ആ ദുർബലനായ അവന് കൈകാലുകളും കരുത്തും നൽകിയ ആ അള്ളാഹുവിനെ
അല്ലേ നിഷേധിക്കുന്ന വാക്കുകളാണ് അവൻ ഇപ്പോൾ കാശ്മീരിൽ പോയി പറയുന്നത്. ആ അള്ളാഹുവിന് മനുഷ്യരെ അല്ലടോ നിനക്ക് പേടിപ്പിക്കാനും അല്ലേ നിൻ്റെ ആ ഊക്ക് കാട്ടുവാനും നിൻ്റെ മസിൽ പവർ കാണിക്കുവാനും ഒക്കെ കഴിയുന്നത്? സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെടുത്താൻ നിനക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. എന്നിട്ടിപ്പോൾ അവൻ പറഞ്ഞിരിക്കുക ഞാൻ സംഖ്യയായിരിക്കുന്നു എന്ന് പറയും. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞു. അത് അവിടുത്തെ പട്ടാളക്കാർ വിളിച്ച് പറയാൻ പറഞ്ഞു. അവിടുത്തെ പട്ടാളക്കാർക്ക് ഇവൻ മാതാക്കി ജയ് എന്ന് പറയണത് നോക്കലാണല്ലോ പണി. എന്നിട്ട് അത് ഉറക്കനെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിടലാണ് അവർക്ക് പണിയെ. അപ്പോൾ ഇവനിത് അവിടെ നോക്കാൻ പട്ടാളക്കാർ അതിർത്തിയിലുണ്ടാകും. അവർ സത്യത്തിൽ സംഘികളല്ല, അത് നമ്മളുടെ ഒക്കെ എന്താ പറയുക നികുതി പണത്തിൽ നിന്ന് ആണ് അവരൊക്കെ തീറ്റിപ്പോറ്റുന്നത്. അപ്പോൾ അവർ നിഷ്പക്ഷമായും നീതിപൂർവവും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒരു ജാതിയുടെ അല്ലേ വാക്കുകൾ അള്ളാഹു അക്ബർ എന്താ അവിടെ പറയാത്തത്? അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞൂടെ? അപ്പോൾ എന്ന് ചോദിച്ചാൽ തികഞ്ഞ ഒരു ഹിന്ദുത്വവാദികൾക്ക് താൻ പ്രിയപ്പെട്ടവനായി മാറണം. അങ്ങനെ മാറിയിട്ട് തൻ്റെ കഴിവും ബുദ്ധിയുമൊക്കെ ഇനി അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി തനിക്ക് എന്തെങ്കിലും നന്നാമെന്നാണ് ഈ പറയുന്ന റീച്ച് നഷ്ടപ്പെട്ടപ്പോൾ ഈ പറയുന്ന ഫ്രോഡുകളൊക്കെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കേന്ദ്രം. ഇനിയുള്ള കാലത്ത് ഭരണകൂടത്തെ അഥവാ സംഘികളാണെങ്കിൽ സംഘികൾ അഥവാ ഭരണകൂടത്തിൽ ആരാണോ അവരെ സുഖിപ്പിക്കുക. അത് മുർത്തദായാലും വേണ്ടില്ല, മതപരിത്യാഗിയായാലും വേണ്ടില്ല. തനിക്ക് ദുനിയാവിൽ കാലാകാലം ജീവിക്കുന്നതിന് അഥവാ ഈ പറയുന്ന സംഘികൾ സൗകര്യം ഒരുക്കി തരും എന്ന ഒരു പടുവിഡ്ഢിത്തരം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ചങ്ങായിക്കൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.